ചതുശ്ലോകി ഭഗവത്ഗീതയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ആദ്യത്തെ ശ്ലോകം 10-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചു. രണ്ടാമത്തെ ശ്ലോകമായ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യ തുഷ്യന്തീച്ച രമന്തിച്ച എന്ന ശ്ലോകത്തിൻ്റെ വിവർത്തനമാണ് ശ്രീല പ്രഭുപാദര് കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത്. കാരണം നമ്മൾ ഓടിച്ചു വായിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള സംഗതികളെക്കുറിച്ചുള്ള വിവർത്തനം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ലേറ്റർ. എൻ്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യ തുഷ്യന്തീച്ച രമന്തിച്ച. അതായത് മച്ചിത്ത എന്നെക്കുറിച്ചുള്ള ചിന്തകളോടുകൂടി നടക്കുന്ന ഏത് ഭക്തരാണോ അവർക്ക് അവരുടെ ആ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എപ്പോഴും എന്നിൽ കുടികൊള്ളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരുടെ ജീവിതം എനിക്കായിട്ട് സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് അവർ പരസ്പരം ബോധദീപ്തരാവുക വഴി സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംതൃപ്തിയും ആനന്ദവും എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അനുഭവം വഴി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എക്സ്പീരിയൻസബിൾ ആണത്, എക്സ്പ്ലെയിനബിൾ അല്ല. എക്സ്പ്ലെയിനബിൾ എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. എക്സ്പീരിയൻസബിൾ ആവുമ്പോൾ അതിന് പരിധിയില്ല. അത് പലർക്കും പല രീതിയിലായിരിക്കും, പല ലെവൽസിലായിരിക്കും അവർ ആനന്ദിച്ച് അനുഭവിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ ആനന്ദ നൃത്തം ആടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ചിലർക്കത് നോക്കി നിൽക്കുമ്പോൾ മനസ്സ് തോന്നും അത് അവർക്ക് ഒരുമാതിരി ഭ്രാന്തനായിട്ടുള്ള ചില എന്താ പറയുക ആനന്ദ നൃത്തങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചില ഭ്രാന്തമായ രീതിയിലാണ് എന്നൊക്കെ നമുക്ക് ചിന്ത തോന്നും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരാണ് അത് ശരിക്കും ആനന്ദിച്ച് അവരെല്ലാം മതി മറന്നുകൊണ്ടാണ് അവർ ആ ആനന്ദം അനുഭവിക്കുന്നത്. അതിൻ്റെ ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്നുള്ളത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. ദദാമി ബുദ്ധിയോഗം തം, അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ബുദ്ധിയോഗം കൊടുക്കുന്നുള്ളതാണ്. കാരണം അത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആനന്ദം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഭജിച്ചുകൊണ്ട്, അതായത് പ്രീതിപൂർവകം, അതായത് സ്നേഹഭാവത്തോടുകൂടി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ആ ഭക്തന് ദദാമി ബുദ്ധിയോഗം തം, അവർക്ക് ഞാൻ ബുദ്ധിയോഗം പ്രദാനം ചെയ്യും. ഏനമാം ഉപയാന്തിതേ, അതായത് പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം, എന്നെ പ്രാപിക്കാനുതകുക. എന്താണ് ഭഗവാന്റെ ലീലകളൊക്കെ നമ്മൾ ഭാഗവതത്തിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് അല്ലേ. ഭഗവാന്റെ ലീലകളൊക്കെ ഭഗവാന്റെ കൂടെ ആടുക പാടുക അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾക്ക് പോകുന്ന ഗോപിക ഗോപാലന്മാരുടെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ എത്തിക്കുന്ന ബുദ്ധിയോഗമാണ് ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി 11-ാമത്തെ ശ്ലോകമായ തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യാത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വത. അനുകമ്പയോടെ, തേഷാം ഏവാനുകമ്പാർത്ഥം, അതായത് അനുകമ്പയോടുകൂടി അങ്ങനെയുള്ളവർക്ക് എന്താണ് തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അറിവില്ലായ്മ എന്ന് വരും. പക്ഷെ അറിവില്ലായ്മയല്ല, ശരിയായ അറിവില്ലായ്മയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും, ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, വിജ്ഞാനത്തിൽ നിന്ന് പ്രജ്ഞാനത്തിലേക്കും പോകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നമ്മൾ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ അറിവില്ലായ്മ. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചതുശ്ലോകിയെക്കുറിച്ച് പറയുക എന്ന് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അജ്ഞാനം, ശരിയായ ജ്ഞാനമില്ലായ്മ, അതിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനം. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ,
ഒന്ന് തിയറട്ടിക്കൽ നോളജും മറ്റേത് പ്രാക്ടിക്കൽ നോളജുമാണ്. ഒരു MBBS പാസ്സാവുന്ന ഒരു ഡോക്ടർ എന്താ പറയുക, തിയറട്ടിക്കലി പുള്ളി പാസ്സായിട്ടുണ്ട്, ആ വ്യക്തി എക്സാം പാസ്സായിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ കൂടെ വന്നു കഴിയുമ്പോഴാണ്, സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് വിജ്ഞാനിയായിട്ട് മാറുന്നത്. അതിൽ നിന്ന് പ്രജ്ഞാനത്തിലേക്ക് പോകുന്നത്. എന്ന് പറയുന്നതിനാൽ ദീപ്തി എന്നാണ് അർത്ഥം. പ്രഭാകരൻ എന്താണ്? ദീപ്തി പ്രദാനം ചെയ്യുന്നവൻ, പ്രകാശം പ്രദാനം ചെയ്യുന്നവൻ പ്രഭാകരൻ. പ്രഭാതം, പ്രദോഷം, അങ്ങനെയുള്ള പ്രായിൽ തുടങ്ങുന്നതെല്ലാം തന്നെ ദീപ്തിമത് ആയിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് അവിടെ. പ്രജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജ്ഞാനം, ജ്ഞാനത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലെവലിലേക്ക് പോകാനുള്ള ബുദ്ധി തേഷാം ഏവാനുകമ്പാർത്ഥം, അങ്ങനെയുള്ള ബുദ്ധി ജ്ഞാനദീപേന ഭാസ്വത, അവരെ ജ്വലിപ്പിച്ചുകൊണ്ട് ഞാൻ അതിന് പ്രദാനം ചെയ്യും എന്നാണ് ഭഗവാൻ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.